മോർണിംഗ് ഗൈസ്, നമ്മളെ ഗോവയിലെ രണ്ടാമത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എവിടെ ഓൾഡ് ഗോവ. ഡ്രൈവർ വന്നിട്ടുണ്ട്, നമുക്ക് തറോട്ട് പോവാം. റൂമെല്ലാം നോക്കി ഫുള്ള് സെറ്റാക്കി നമ്മളെ സാധനമെല്ലാം എടുത്തു. പുറത്ത് നല്ല മഴയുണ്ട്. നമ്മൾ ബയ്യയുടെ തായുണ്ട്, അയാൾ 10 മണിക്ക് വന്നു. നമ്മൾ ഒരു 10:10 വെയിറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്വിമ്മിങ് പൂളുണ്ട്, താഴത്ത് വന്നു. സ്വിമ്മിങ് പൂളായി. മഴയുണ്ട്, ഇന്നലെ അത്ര മഴയുണ്ടായിട്ട് ഇന്ന് നല്ല അത്യാവശ്യം മഴയുണ്ട്. രാവിലെ നല്ല മഴയുണ്ടായി. നമുക്കിന്ന് പോകേണ്ട വണ്ടി സാധനം പോകട്ടെ. ബാഗിലുണ്ട്. അതെല്ലാം അതിൻ്റെ മുകളിൽ ഒരുപാടുണ്ട്. ഇല്ല, തയ്യെ കൂടി നോക്കും. നമുക്കിത് കാണുന്നില്ല. ചട്ടിനോ അതിനൊന്നും വരുന്നില്ല. അതിനുള്ളിൽ ബോട്ടിൽ അത് മതിയാ എല്ലാം ബസ് സ്റ്റാൻഡല്ലേ? ബസ് സ്റ്റാൻഡ്. ഗോവയിലെ ലോക്കൽ ബസ്. കഴിഞ്ഞ ബസ്സല്ലേ ലോക്കൽ ബസ്. അതിനുള്ളിൽ കാസിനോ പാർക്ക് ചൂതാട്ടം. എവിടെയാ? ഒരു പള്ളിയുണ്ട്, ചർച്ചുണ്ട്. ചർച്ച് രാവിലത്തെ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് ഞാൻ എത്തി. മഴയുണ്ട്, നല്ല മഴ പാറ്റി പോകുന്നുണ്ട്. ഇതും ബീച്ച് തന്നെ. നല്ല മഴയുണ്ട്. ഇങ്ങോട്ട് അടിപൊളി സ്ഥലം. ബോട്ട് മതി. നടക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. പൊടി വെച്ചിട്ടുണ്ടല്ലോ, റെഡ് അലേർട്ടിൻ്റെ പൊടി. കര പകുതി കിട്ടോളം കയറിയിരുന്നു. ഇവിടെ രാത്രിക്ക് വന്നെങ്കിൽ നല്ല ലൈറ്റ് ഭയങ്കര സെറ്റപ്പ് ഉണ്ടാവും അല്ലേ? ഇവിടെ ശരിക്കും ഇവിടെയാണ് വൈകിട്ട് വരണ്ടേ. ശരിക്കും ഇവിടെ നടക്കാനുള്ള സ്ഥലമുണ്ട്. ചിലപ്പോൾ എടുത്തുമ്പോൾ ഉണ്ടിപ്പോൾ അങ്ങോട്ടുണ്ടിപ്പോൾ വേറെ കുറച്ച് വെള്ളം കിട്ടും വരെ ഉണ്ട്. കിട്ടാൻ വരെ വന്നിട്ട് കര കയറി
പക്ഷെ അവിടെ രണ്ടാൾ ഇരുന്നിട്ടുണ്ട്. ഗോവയിലെ ഡബിൾ ടക്കർ ബസ്. നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നു. വണ്ടീൻ്റെ ആള് നമ്മുടെ ഭയ്യ അവിടെ കാത്തിക്കുന്നുണ്ട് നമ്മളെ അഭിലേറ്റ്. നമ്മളെ അടുത്ത ലൊക്കേഷൻ വ്യൂ പോയിന്റ്. ഗോണാപ്പുറം. നമ്മളടുത്ത ലൊക്കേഷൻ വ്യൂ ചെറിയ കാണുന്നുണ്ട്. ദൂരമല്ലത്, ദൂരത്തായിട്ട് കാണുന്നുണ്ട്. ഇവിടുന്ന് ചെറിയൊരു വ്യൂ കാണുന്നുണ്ട്. അങ്ങോട്ട് നടക്കാനുണ്ട് തോന്നുന്നു. ഈ മുമ്പിൽ പോകുന്ന 4-5 ആൾക്കാർ നമ്മളും ചെന്നത്. നമ്മൾ പോകേണ്ട സ്ഥലം അങ്ങോട്ട് തോന്നി. ഇതിൽ നടക്കാനുണ്ട് കുറച്ച്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്നുകൊണ്ട്. നമ്മൾ നേരത്തെ പോയ ബീച്ച് അടിപൊളി ബീച്ച്. അത് ശരിക്കും അവിടെ വൈകുന്നേരം എല്ലാം പോകണം, നല്ല രസമുണ്ടാവും. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രശ്നമില്ല, പക്ഷെ മഴ വന്നാലില്ല പ്രശ്നം. നമ്മ മൂന്ന് 2 സ്ഥലം. ഞാൻ തോന്നുന്നു വ്യൂ പോയിന്റ് വരുന്നത് ഗുണാപ്പോള അങ്ങനെയുണ്ട്. വ്യൂ പോയിന്റിൻ്റെ പേര് ഡോണാപ്പോള. ഏതോ ഒരു ഫോറിനേഴ്സിൻ്റെ പേര് തോന്നുന്നല്ലോ. അങ്ങോട്ട് കാണാനുണ്ട് സംഭവം. നമ്മ ലൊക്കേഷനിലേക്ക് എത്തി. അങ്ങാടൊരു കപ്പലുണ്ട്, അതിൻ്റെ നേരെ മുകളിൽ ഇതാണ് വ്യൂ പോയിന്റ്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. എൻട്രി ഫീ ഉണ്ട്, നോക്കട്ടെ പോയിട്ട് നോക്കാം. എൻട്രി ഫീ ഡോണാപ്പോള ജെട്ടി. എൻട്രി ഫീ 50. എൻട്രി ഫോർ റെസിഡൻസ് ഓഫ് ഗോവ. നല്ല തിരയുണ്ട്, കാര്യമായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അങ്ങോട്ട്. നേരത്തെ കണ്ട കപ്പലാണ്. ടിക്കറ്റ് എടുത്താ ഇവിടെ അടിയിൽ കല്ലുണ്ട്, അതുകൊണ്ട് ടിക്കറ്റ് നമ്മ 6 ആളുണ്ടായിരുന്നു. 300 പോകുന്നതിന് അടിപൊളി, നല്ല രസമുണ്ട്. അപ്പുറത്തൊരു പൊളിഞ്ഞ പാലുണ്ട്, അങ്ങോട്ട് എൻട്രിയിലാണ്. അതായത് തിരേൻ്റെ ഒരു ശക്തി അറിയണമെങ്കിൽ ഇപ്പോൾ കറക്റ്റ് നോക്കിയാൽ ഇവിടെ തിരേൻ്റെ ശക്തി മനസ്സിലാവും. ഇപ്പോൾ വരും ഇതല്ല, കുറച്ച് പവർ കുറവ്. പുറത്ത് ഇങ്ങനെ പൊട്ടുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് ഇതുണ്ട്. അപ്പുറത്ത് കാണിക്കാം കടലിൻ്റെ പവർ. തിരേൻ്റെ പവർ ഒരു തരം കൂടി വരും.
ആ വരുന്നുണ്ട്. ഞാൻ കുരിക്കുന്ന അങ്ങോട്ട് വരുന്നില്ലല്ലോ, അങ്ങാടെയുണ്ട് കാര്യമായിട്ട്. ഇത് ചിലപ്പോൾ വരും. കറക്റ്റ് വരും. മോനെ ഇത് കറക്റ്റ് വരും. കടലിൻ്റെ ഒരു ഈക്ക് ഇവിടെ കുറച്ച് ഈ വരും. വ്യൂ പോയിന്റ് തടമാകും. പാറയുടെ കാര്യത്തിൽ തീരുമാനമാണെന്ന് തോന്നുന്നു. പാറയുടെ കാര്യത്തിൽ അങ്ങനത്തെ തരമായിരുന്നു. വരെ തിരിക്കരുത്. നേരത്തെ രണ്ടെണ്ണം നല്ല ഇതിൽ പോയിന്റ് തിരിക്കാൻ പറ്റും. നമ്മൾ നാടെ നേരത്തെ നിന്ന സ്ഥലം ഒരു തേര അങ്ങനെ തെറിച്ചിട്ടങ്ങ് അവിടെ നിന്നവർ മേഖല തിരിക്കും. അവിടെ ഒരു ഐലൻഡും തോന്നുന്നു. രണ്ട് സൈഡും കടൽ, ഒരു സൈഡും കടൽ, ഈ സൈഡും കടൽ. അറിയില്ല നേരെ. നമുക്കിനി നേരെ ഇങ്ങോട്ട് വേണ്ട. പിന്നെ ഈ പോയിന്റ് എഴുതി സംഭവം എഴുതിയിട്ടുണ്ട്. ഇമേജ് ഓഫ് ഇന്ത്യ ട്രാവലർ. ഡാമൻ ആൻഡ് വ്യൂ ഇല്ലേ? വ്യൂവിൻ്റെ ഏകദേശം മുകളിലേക്ക് എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് രാവിലെ ആയാലും. രാവിലെ അല്ല, 12 മണിയും തോന്നുന്നു. മുകളിൽ ടോപ്പ് വ്യൂവിലെത്തി. ഇവിടുത്തെ വ്യൂ ഇവിടുത്തെ വ്യൂ അവിടെ സൈഡിൽ നിൽക്കാൻ കഴിയാം. ഫുൾ ആൾക്കാരാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാവരും. ഇവിടുത്തെ എല്ലാം മറ്റേ വീടിൻ്റെ എല്ലാം പഴയ മോഡൽ. അത്ര സൂമിങ് ആയിട്ട് കിട്ടിയില്ല. കണ്ണുകൊണ്ട് അത്ര സൂമിങ് ചെയ്ത് കിട്ടിയില്ല. അതുകൊണ്ട് പണ്ട് കാര്യം. കോവയിലെ ലോക്കൽ ബസ്. ഇപ്പോൾ നമ്മൾ ആടുന്ന് വന്ന് വ്യൂ പോയിന്റ് ഇനി നെക്സ്റ്റ് നമ്മൾ ഫുഡാക്കിയിട്ട് നമ്മൾ ബയ്യനെ കാണുന്നില്ല. അങ്ങോട്ട് വരുന്ന പറഞ്ഞു. ഇതിൽ
ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കിട്ടും. ഒരു 3 ദിവസം ഉണ്ട് നേരെ. പിന്നെ ഇപ്പൊ ടി വി അതെ തോൽപ്പിച്ച പോലെ അബദ്ധം പറ്റിയപ്പോഴേക്ക് സംഭവം അവർക്ക് കൊടുത്തല്ലാതെ നമ്മ ക്ലബിന്റെ പേര് പണിക്കായിരുന്നു. ക്ലബിന്റെ പേര് തന്നെ വിളിച്ചത്. വെക്കാൻ സ്ഥലമുണ്ട്. ക്ലബ്ബ് വേണമെങ്കിൽ വെറുതെ അവിടെ കണ്ടിട്ട് നമ്പറിൽ കൊടുത്താൽ അല്ല അത് വിട്ടിട്ട് നമുക്ക് പിന്നെ അപ്പുറത്തെ നമ്മള് ചർച്ച് ഇവിടുന്ന് കാണുന്നുണ്ട്. 33,900. പഴയ ചർച്ച. ഇത് പഴയ ചർച്ച്, ഇത് പുതിയത്. കുറച്ച് നടക്കാനുണ്ട്. ഇതിൻ്റെ എൻട്രി ഇങ്ങോട്ട് ചർച്ച് ഓഫീസ്. എൻട്രിയിലെ നല്ല ഹൈറ്റ് ഉണ്ടല്ലത്. ഇത് നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് അടുത്തത് ഞാൻ മനസ്സിലാക്കാം. വീഡിയോയിൽ അത്ര കറക്റ്റായിട്ട് മനസ്സിലാവുമെന്നും അറിയില്ല. എൻട്രി ഉണ്ടോ? ഇല്ല, എൻട്രി ഇല്ല അങ്ങോട്ട്. വേടൻ 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 ഗോവയിലെത്തി. നല്ല ഹൈറ്റിൻ്റെ ഒക്കെ ഹൈറ്റൊക്കെ കറക്റ്റ് മനസ്സിലാവും. റോട്ടിൽ നിന്നില്ലേ വ്യൂ. നമ്മൾ ഇതിലെയാണ് വന്നത്. ഇനി ഇങ്ങനെ കയറിയിട്ട് ഇതിലേ പോയി ഇറങ്ങി പുറത്തേക്ക്. ഇത് കുറേ ചുറ്റിയിട്ട് കാണാനുണ്ട് തോന്നുന്നു. എടാ നമ്മളെ നെക്സ്റ്റ് ലൊക്കേഷൻ ഓൾഡ് ചർച്ച്. അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉണ്ടായിട്ടാ മറ്റേ പള്ളീൻ്റെ. ടൂറിസ്റ്റുകൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അലോട്ടല്ല. അതിൻ്റെ ഉള്ളിൽ ഓരോ എന്ത് പൂജ എന്ത് അതിന് നടക്കുന്നുണ്ട്. ഓൾഡ് ചർച്ച്. ഇത് പണിയെടുക്കുന്നുണ്ട് ഇപ്പോൾ. അവിടെ പണിയെടുക്കുന്നുണ്ട്. അവിടെ പണിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി അലോഡ് അല്ല. അതുകൊണ്ട് ഇതിനകത്ത് പോയിട്ട് വരുമ്പോൾ ഇവിടെ എല്ലാം ആളുകൂടിയല്ലോ അല്ലേ. അതിൻ്റെ ഉള്ളിലൊരു പണ്ടത്തെ പുരോഹിതൻ ആരോട്ട് ഒരാളെ ഒരു ബോഡി ഉണ്ട്. അതിപ്പോൾ അവിടെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫോണ് അത്യാവശ്യത്തിനൊന്ന് കോള് വരെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ യൂസ് ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ആൾക്കാർ നോക്കുന്നുണ്ട്. നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് വണ്ടി അടിയില്ല. ഇപ്പോൾ
ചാറ്റാക്കുന്നുണ്ട്. ഓൻ ആ പെണ്ണിന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നലത്തെ കഴിഞ്ഞ് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഇതൊരു ടെമ്പിൾ. അമ്പലത്തിൻ്റെ പേരാ മങ്കേഷ്. മങ്കേഷി. അമ്പലത്തിൻ്റെ അടുത്ത് എത്താനോ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് നടക്കാനുണ്ട്. സൈഡെല്ലാം ഫുള്ള് കച്ചവടം. ടീഷർട്ട് ടാറ്റു അടിക്കുന്ന ഇടയിൽ കാണുന്നത്. അമ്പലത്തിൻ്റെ കുളം നടുക്കൊരു ആമ്പൽ. അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല വ്യൂ ഉണ്ട്. കാണാൻ കാണിച്ചാൽ ഫോട്ടോഗ്രാഫി അലൗഡ് ആയിരുന്നു. അമ്പലത്തിൻ്റെ എൻട്രി ഇല്ലെങ്കിൽ സെൻട്രി. ഈ സൈഡിൽ ഒരു ചർച്ച് പോലെ ഉണ്ട്. ചെരുപ്പ് ഇരിക്കണം. അമ്പലത്തിൻ്റെ വെൽക്കം ബോർഡ്. കാണിച്ച കുളം. ഓ അവിടെ വിഗ്രഹം ഉണ്ട്. അവിടെ ഒരു എന്തൊരു വിഗ്രഹം ഉണ്ട്. അതല്ല അവിടെ കരയത്ത് അവിടെ എല്ലായിടത്തും ഉണ്ട്. എല്ലാ ഭാഗത്തേക്കും ഉണ്ട്. പൂജ നടത്തുന്നുണ്ടോ? ഒരു ഗണപതിൻ്റെ ഒരു വിഗ്രഹം ഉണ്ട്. അമ്പലത്തിനുള്ളിൽ അമ്പലത്തിനുള്ളിലേക്ക് പോകണം. മുണ്ടെടുത്തിട്ട് പോയി അമ്പലത്തിനിട്ട്. അമ്പലത്തിനുള്ളിൽ പോകാൻ വേണ്ടി ഒരു മുണ്ടിന് 20 രൂപ. നമ്മളെ മുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അമ്പലത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പുറത്ത് പ്രശ്നമില്ല. അമ്പലത്തിൻ്റെ കുറേ ഫുള്ള് ഈ അമ്പലത്തിൻ്റെ ചുറ്റും തന്നെ പൂവായിട്ട് ചുറ്റും നടക്കാൻ കുറച്ചുണ്ട്. ക്യാൻറ്റീൻ. വീടിന് നേരെ ഇറങ്ങിയിട്ട് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക്. മിക്കവാറും ഏതെങ്കിലും ബീച്ചായിരിക്കും. ഇതിൻ്റെ സൈഡില്ലാതെ നല്ല ടോപ്പ് അടിപൊളി സ്ഥലം. ഇത് മല അല്ലേ? ചുറ്റും നല്ല അടിപൊളി സ്ഥലമുണ്ട്. പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക്. പണി നടക്കുന്നുണ്ടോ പറ? സീസൺ കഴിഞ്ഞില്ലേ? കപ്പടിച്ചത് വലിയ ടീം. ലൈറ്റിങ്ങിന്റെ സംഭവം സഹല് ഇപ്പൊ കേരളത്തിൽ വിട്ടോണ്ട് ഒരു ഭാഗ്യം കേട്ടോ. കറക്റ്റ് ടൈമിനാ വിട്ടത്. 2-3 കപ്പ് കിട്ടിയില്ലേ? ഷീൽഡും കിട്ടി, എല്ലാം കിട്ടി. ഓര് പറയാനായ ഒരു ഇതായി അല്ലേ? റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. മൺപാട്. ഇനി നേരെ നാട്ടിലേക്ക്.